നിങ്ങൾക്ക് അപ്സരസ്സായ കൃതാജിയുടെയും ദ്രോണാചാര്യന്റെയും കഥ അറിയാമോ? നന്ദനവനത്തിലെ അപ്സരസുകളിൽ ഏറ്റവും മനോഹരിയും വശ്യഭംഗിയുള്ളവളുമായിരുന്നു കൃതാജി. കശ്യപ ഋഷിയുടെയും പ്രദാദേവിയുടെയും പുത്രിയായ അവൾ സ്വർഗ്ഗത്തിലെ ദേവതകളെയും മൃത്യുലോകത്തിലെ മഹാന്മാരെയും തന്റെ അപരിമിതമായ സൗന്ദര്യത്താൽ ആകർഷിക്കുകയായിരുന്നു. കൃതാജിയുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു മഹർഷിമാരെയും രാജാക്കന്മാരെയും അവളോട് മോഹം തോന്നിപ്പിക്കാൻ. അവളെ കണ്ട പലരും കാമവശരായി. അവരിൽ നിന്ന് അനവധി സാന്തതികളും ജനിച്ചു. ഒരു ദിവസം കൃതാജി ഗംഗാനദിയിൽ നീരാടുകയായിരുന്നു. നീരാടിയ ശേഷം നനഞ്ഞ വസ്ത്രം ധരിച്ച അവൾ കരയിലേക്ക് കടന്നുചെന്നു. ഈ സമയം മഹർഷി ഭാരദ്വാജ് ആ ഭാഗത്തുകൂടി കടന്നുപോകുകയായിരുന്നു. ഭാരദ്വാജ് ഋഷി ആ ഗംഗാതടത്തിൽ തപസ്സിനായി എത്തിയതായിരുന്നു. എന്നാൽ അവിടെ നിന്നു പിന്മാറാൻ കഴിയാതെ കൃതാജിയുടെ സുന്ദരരൂപത്തിൽ അദ്ദേഹം അകപ്പെട്ടുപോയി. അകാരണമായി ചിന്തകളും ഹൃദയത്തുടിപ്പുകളും മാറ്റാനാവാതെ ക്ഷണങ്ങൾക്കുള്ളിൽ മഹർഷിയുടെ മനസ്സിൽ കാമവാസന ഉണർന്നു. എന്നിരുന്നാലും തന്റെ സദാചാരത്തെയും ബ്രഹ്മചാര്യത്തെയും കാത്തുസൂക്ഷിക്കണമെന്ന് ഋഷി തീരുമാനിച്ചു. തന്റെ കാമഭാവത്തെ നിയന്ത്രിച്ച് ഒരു മൺകുടത്തിൽ കൽശം സൂക്ഷിച്ചു. അതിലൂടെയാണ് മഹാനായ ദ്രോണാചാര്യ ജനിച്ചത്. ഈ അദ്ഭുത ജനനരഹസ്യത്തിൽ നിന്ന് ഒരു മഹാനായി ദ്രോണാചാര്യൻ വളർന്നു. അതുകൊണ്ടുതന്നെ മഹാഭാരതത്തിൽ അദ്ദേഹം അദ്വിതീയനായ ഗുരുവായി. ആയുധശാസ്ത്രത്തിൽ വിദഗ്ധനും അർജുനനെപ്പോലെയുള്ള മഹാശൂരന്മാരുടെ ഗുരുവായ ദ്രോണൻ ബ്രാഹ്മണർക്ക് യോദ്ധാക്കളാകാമെന്ന് തെളിയിച്ചവനാണ്.